എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ്. ആദ്യത്തെ പോയിന്റ് തന്നെ നമ്മുടെ രാഷ്ട്രപതി, എല്ലാവർക്കും അറിയാം, ദ്രൗപദി മുർമു ആണ്. എത്രാമത്തെ രാഷ്ട്രപതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15ാമത്തെ രാഷ്ട്രപതിയാണ് അല്ലേ, 15ാമത്തെ രാഷ്ട്രപതി. ഇനി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്. എത്രാമത്തെയാണ്? 14ാമത്തെ. ഇനി നമ്മൾ നോട്ട് ചെയ്യണം, രാജ്യസഭ അധ്യക്ഷൻ കൂടിയാണ് ആര്? നമ്മുടെ ജഗദീപ് ധൻകർ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നെ ലോകസഭ സ്പീക്കർ ആരാണ്? ഓം ബിർള. ലോകസഭ സെക്രട്ടറി ജനറൽ ആരാണ്? ഉൽപ്പൽ കുമാർ സിംഗ് ആണ്. ഉൽപ്പൽ കുമാർ സിംഗ്. അതുപോലെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. അടുത്തത് രാജ്യസഭാ സെക്രട്ടറി ജനറൽ. രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദി കേട്ടോ, PC മോദി. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെ. ഇതെങ്ങനെ ഓർത്ത് വയ്ക്കുക? അപ്പം പ്രതിപക്ഷ നേതാവാണല്ലോ അല്ലേ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഗർജിക്കണം അല്ലേ, ഗർജിക്കണം. നമുക്കറിയാം രാഹുൽ ഗാന്ധി ലോകസഭ പ്രതിപക്ഷ നേതാവാണ്. അതുപോലെ തന്നെ രാജ്യസഭയിൽ ആരാണ് ഗർജിക്കുന്ന മറ്റൊരാളല്ലേ, മല്ലികാർജുൻ ഖാർഗെ. CAG ഓഫ് ഇന്ത്യ ഗിരീഷ് ചന്ദ്ര മുർമു. അടുത്തത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് R വെങ്കിട്ടരമണി. ഇത് ഓർത്ത് വെച്ചത് അറ്റോർണിയിലെ ഈ നീയും വെങ്കിട്ടരമണിയിലെ ഈ നീയും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഓർത്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ഇതുവരെ നോക്കിയതൊന്ന് റിവിഷൻ നടത്തി വരാം. 15ാമത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. 14ാമത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദി. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. CAG ഓഫ് ഇന്ത്യ ഗിരീഷ് ചന്ദ്ര മുർമു. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന അല്ലേ, തുഷാർ മേത്ത. ഭാഗ്യത്തിന് ഇദ്ദേഹം മാറിയിട്ടില്ല. അടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നമ്മുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. ഇനിയുള്ള രണ്ടും ഒരുമിച്ച് പഠിക്കാം. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യാണ്. അടുത്തത് നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബറി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BVR സുബ്രഹ്മണ്യാണ്. അതുപോലെ വൈസ് ചെയർമാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമൻ ബറിയാണ് കേട്ടോ. റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത ദാസ്. ഇത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആകുമ്പോൾ നല്ല ശക്തി ഉണ്ടാവുമല്ലോ അല്ലേ, അദ്ദേഹത്തിന് നല്ല പവറുള്ള ആളായിരിക്കും. ഇപ്പോൾ ധനകാര്യ സെക്രട്ടറി TV സോമനാഥൻ. ഇപ്പോൾ ധനകാര്യമൊക്കെ ആകുമ്പോൾ എന്താണ്, അതിനൊരു നാഥൻ വേണം അല്ലേ, ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഥൻ വേണം. പക്ഷേ ഈ നാഥൻ എന്താണ്, TVയും കണ്ടിരിക്കുക, എന്ത് നോക്കിയിരിക്കുകയാണ്, TV നോക്കിയിരിക്കുകയെന്ന് ഓർക്കണേ. അടുത്തത് നബാർഡ് ചെയർമാൻ ആണ്. നബാർഡ് ചെയർമാൻ ഷാജി KV. നമ്മുടെ നാടിലെ ഷാജി പാപ്പൻ ഓർത്താൽ മതി കേട്ടോ. അടുത്തത് സെബി ചെയർമാനാണ് മാധബി പുരി ബുച്ചാണ്. മാധബി എന്നാണ് കേട്ടോ. അപ്പോൾ ഈ സെബിയുടെ ബിയും മാധബി പുരി ബുച്ചിലെ ബിയും ചേർത്തിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. LIC ചെയർമാനാണ് സിദ്ധാർത്ഥ മൊഹന്തി. LIC പോളിസി ഏജൻസ് ഒക്കെ നമ്മളെ വീട്ടിൽ വരും. ഒരുപാട് മോഹങ്ങൾ നമുക്ക് അല്ലേ, നമ്മൾ ഒരുപാട് മോഹിപ്പിക്കും അവർ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട്, ആ പോളിസി ഈ പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിതിന് ഓർത്ത് വെക്കട്ടോ, സിദ്ധാർത്ഥ മൊഹന്തി. മൊഹന്തി അല്ല, മോഹന്തി എന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. അടുത്തത് IRDA ചെയർമാനാണ്. IRDAൻ്റെ ചെയർമാൻ ദേവാശിഷ് പാണ്ഡെയാണ് കേട്ടോ. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. എത്രാമത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50ാമത്തെ കേട്ടോ, 50ാമത്തെ. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബറി. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. ധനകാര്യ സെക്രട്ടറി TV കാണുന്ന TV സോമനാഥൻ. നബാർഡ് ചെയർമാൻ ഷാജി KV. സെബി ചെയർമാൻ മാധബി പുരി ബുച്ച്. LIC ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തി. IRDA ചെയർമാൻ ദേവാശിഷ് പാണ്ഡ. ISRO ചെയർമാൻ S സോമനാഥ്. SSC ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. മലയാളം. അടുത്തത് DRDOയുടെ ചെയർമാനാണ്. DRDOയുടെ ചെയർമാൻ
സമീർ വി കാമത്താണ്. സമീർ വി കാമത്ത്. NIA ഡയറക്ടർ അവർക്ക് സദാസമയം സദാനന്ദ്, ഒരു ആനന്ദമില്ല, സദാനന്ദ് പേരിൽ മാത്രമേ ഉള്ളൂ അല്ലേ. അങ്ങനെ ഇത് ഓർത്ത് വയ്ക്കാം കേട്ടോ. NIA ഡയറക്ടർ സദാനന്ദ് വസന്ത് ദാതെ. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വിവരാവകാശം ഹീരാലാൽ സമാരിയ കേട്ടോ. അരവിന്ദ് ബനഗിരിയ നമ്മൾ ഓൾറെഡി കേട്ട് പരിചയമുള്ളൊരു പേര് തന്നെയാണല്ലോ അരവിന്ദ് ബനഗിരിയ. അപ്പോൾ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. നമ്മളെങ്ങനെ ഓർത്ത് വയ്ക്കാം, വിവരം നേടാൻ വേണ്ടി നമ്മൾ സമരം ചെയ്യണം അല്ലേ. വിവരം നേടാൻ നമ്മൾ എന്ത് ചെയ്യണം, സമരം ചെയ്യണം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. ഇത് PSCയുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറാണ്, ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് വിജയ ഭാരതി സയാനി. നമ്മുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, അവകാശങ്ങൾ നേടിക്കഴിഞ്ഞാൽ നമ്മളെന്തായി, ഒരു വിജയിയായി എന്ന് ആലോചിക്കട്ടോ. അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരാളെന്താണ്, വിജയിയാണ് അല്ലേ. അങ്ങനെ ഓർക്കട്ടോ. വിജയ ഭാരതി സയാനിയാണ് മനുഷ്യാവകാശ കമ്മീഷണർ ചെയർമാൻ. അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന കേട്ടോ. കിഷോർ മക്വാന. അപ്പോൾ ഇതുവരെയുള്ള ഒന്ന് റിവിഷൻ പോവാം. ISRO ചെയർമാൻ S സോമനാഥ്. BSSC ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. DRDO ചെയർമാൻ സമീർ വി കാമത്ത്. NIA ഡയറക്ടർ സദാനന്ദ് വസന്ത് ദാതെ. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ്, 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ് കേട്ടോ. അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ വിജയഭാരതി സയാനി. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. പട്ടികജാതി കമ്മീഷണർ കിഷോർ മക്വാന. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ഇത് ഞാനെങ്ങനെ ഓർത്തു വെച്ചാൽ പട്ടികവർഗം അധികം ട്രൈബ്സ് എന്താണ്, കാടിൻ്റെ ഉൾഭാഗത്ത് അല്ലെ അന്തർഭാഗത്താണല്ലോ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് അന്തർ സിംഗ് ആര്യ അല്ലേ. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. അന്തർ സിംഗ് ആര്യാണ് പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. അടുത്തത് ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം. ഓർത്ത് വെക്കുക. ഈ ഹാൻഡ്സൊക്കെ വെക്കുന്ന ആൾക്കാരില്ലേ, ഹാൻഡ്സൊക്കെ വെക്കുന്ന ആൾക്കാർ എപ്പോഴും എന്താണ്, പിന്നോക്കം പോവുകയുള്ളൂ അല്ലേ. ഹാൻഡ്സൊക്കെ വെക്കുന്ന ആൾക്കാർ പിന്നോക്കം പോവുകയുള്ളൂ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനുങ്കോ. അതായത് ബാലന്മാരോടൊക്കെ, അതായത് കുഞ്ഞുങ്ങളോടൊക്കെ പ്രിയമുള്ള ഒരാളെ തന്നെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാക്കിയത്. അങ്ങനെ നമുക്കിത് ഓർത്ത് വെക്കാം കേട്ടോ. അങ്ങനെ അടുത്തത് വിജിലൻസ് കമ്മീഷണർ AS രാജീവ്. വിജിലൻസ് കമ്മീഷണർ ആരാണ്, AS രാജീവ്. UGC ചെയർമാൻ മമിതാല ജഗദേഷ് കുമാർ. നമ്മുടെ നടൻ ജഗദീഷിനെ ആലോചിച്ചാൽ മതി, അദ്ദേഹവും കോളേജ് പ്രൊഫസറാണല്ലോ. ഇനി പറയുന്ന മൂന്നും ഒരുമിച്ച് പഠിച്ചു വെക്കണം. വ്യോമസേന മേധാവി വിവേക് റാം ചൗധരിയാണ്. വ്യോമസേനയിലൊക്കെ എന്താണ്, വിവേകമുള്ള ആളുകൾ അല്ലേ, നല്ല വിവേകമുള്ള ആളുകളെ എടുക്കുള്ളൂ എന്ന് ആലോചിക്കാം. അടുത്തത് കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദിയാണ്. എന്താണ്, കരസേനയിലായതുകൊണ്ട് തന്നെ നമ്മുടെ കരയിലുള്ള എല്ലാ വേദിയിലും ആര് പോകണം, നമ്മുടെ ഉപേന്ദ്ര ദ്വിവേദി പോകണം എന്ന് ആലോചിക്കാം കേട്ടോ. അടുത്തത് നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഈ കപ്പലിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളൊരു പാഠം പഠിക്കുന്ന ആലോചിക്കാം കേട്ടോ. ഇതൊക്കെ കോഡുകളായിട്ട് മാത്രം കൂട്ടുക. അടുത്തത് CRPFൻ്റെ ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ്. ഒരു ദയയില്ലാത്ത ആളെയാണ് CRPFൻ്റെ ഡയറക്ടർ ജനറൽ ആക്കിയതെന്ന് ഓർക്കുക കേട്ടോ. ഒരു ദയ, കാരണം തീവ്രവാദികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദയയും കാണിക്കില്ല എന്ന് ആലോചിക്കുക കേട്ടോ. അനീഷ് ദയാൽ സിംഗ്. റിവിഷൻ ചെയ്യാം. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം.
ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനുങ്കോ. വിജിലൻസ് കമ്മീഷണർ AS രാജീവ്. UGC ചെയർമാൻ മമിതാല ജഗദീഷ് കുമാർ. വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരി. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ്. അത് നമുക്ക് നോക്കാം. CBI ഡയറക്ടറാണ് ആരാണ്? പ്രവീൺ സൂദാണ് കേട്ടോ. CBI ഡയറക്ടർ പ്രവീൺ സൂദ്. റോ മേധാവി രവി സിൻഹ. റോ മേധാവി രവി സിൻഹ. ഈ റോയും രവി രണ്ടിലും ആറുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഓർത്ത് വെച്ചത്. റോ രവി. ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവയാണ്. പ്രകാശ് ശ്രീവാസ്തവ. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയാണ്. അജിത് കുമാർ മൊഹന്തി. അടുത്തത് ലോ കമ്മീഷൻ ചെയർമാനാണ് ഋതുരാജ് അവസ്ഥി. ഋതുരാജ് അവസ്ഥയാണ്. നമുക്കറിയാം ലോ ഒക്കെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണല്ലേ, നമ്മൾ പഠിച്ച് ഒരു അവസ്ഥയാവും. അപ്പോൾ ലോ കമ്മീഷൻ ചെയർമാൻ്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ആലോചിക്കട്ടോ. ലോ കമ്മീഷൻ ചെയർമാൻ ഋതുരാജ് അവസ്ഥി. കേന്ദ്ര ലളിതകലാ അക്കാദമി അധ്യക്ഷൻ V നാഗ്ദാസ്. ഈ നാഗത്തിനെ വരയ്ക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലളിതമാണല്ലേ, ഇങ്ങനെ ലളിതമായിട്ട് വരയ്ക്കാം അല്ലേ. സോ ലളിതകലാ അക്കാദമി ചെയർമാൻ V നാഗ്ദാസ്. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷനാണ് മാധവ് കൗശിക്. ലളിതകലാ അക്കാദമി ചെയർമാൻ V നാഗ്ദാസ്. വളരെ ലളിതമായിട്ടുള്ളതുകൊണ്ട് V നാഗ്ദാസിനാക്കി. പക്ഷേ സാഹിത്യ അക്കാദമിയിൽ എന്താണ് കുറച്ച് കൗശലമുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്തതെന്ന് ആലോചിക്കട്ടെ. കുറച്ച് കൗശലമുള്ള ഒരാളായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷൻ മാധവ് കൗശിക്. CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ്. CBI ഡയറക്ടർ പ്രവീൺ സൂദ്. റോ മേധാവി രവി സിൻഹ. ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി. ലോ കമ്മീഷൻ ചെയർമാൻ ഋതുരാജ് അവസ്ഥി. ലളിതകലാ അക്കാദമി അധ്യക്ഷൻ V നാഗ്ദാസ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷൻ മാധവ് കൗശിക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.